എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി ഒരു വീഡിയോയുമായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അത് വേറൊന്നുമല്ല, പഴയ കാലത്തെ ഓർമ്മകളിങ്ങനെ അയവിറക്കേണ്ട സന്ദർഭങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന എല്ലാ വ്യക്തികളുടെയും 99% ആൾക്കാരുടെയും ജീവിത രീതിയെ പറ്റിയാണ് ഞാൻ ഇന്ന് പുതിയതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാഡം, പണ്ടത്തെ നമ്മുടെ ജീവിത രീതിയെക്കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? കുറേ മക്കളും ഒരു അച്ഛനും അമ്മയ്ക്കും 5-8 മക്കളും 10 മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പിടിച്ച് ഭക്ഷണവും ഇല്ലാതെ കണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് സ്നേഹം എങ്ങനെയുണ്ടായിരുന്നു? സ്നേഹമാണ് ഉണ്ടായിരുന്നത്. സ്നേഹമുണ്ട്. അതേ സ്ഥാനത്ത് ഇന്നെന്താണ്? ഇന്നൊരു വീട്ടിൽ അണുകുടുംബമായി മാറിയിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയോ 2 കുട്ടിയോ അത് കൂടുതലില്ല. അവർ തന്നെത്താനെ സ്വാർത്ഥതക്കാരായിട്ട് വളർന്നു വരുന്നു. വേറെ ആരുടെയും കാര്യങ്ങൾ അവർക്ക് നോക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പണ്ട് നമുക്ക് രോഗമെന്ന് പറയുന്നുണ്ടായിരുന്നു? ഇല്ല. ഇന്ന് ഇവർ രോഗം വില കൊടുത്ത് മേടിക്കുന്നു ഹോട്ടലുകളിൽ നിന്ന്. അതെ. പണ്ടത്തെ കാലത്ത് എത്ര അടിച്ചു പിടിച്ച് നമ്മൾ കളിച്ച് രസിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നാവും. ഇന്നതല്ല. ഇന്നൊരാൾക്ക് മറ്റൊരാളോട് മിണ്ടാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരുടെ സ്ഥിതി വളരെ മോശം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എനിക്ക് പല വ്യക്തികളെയും ഞാൻ കാണാനിടയായി. അവരിൽ നിന്നെല്ലാം കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചത്. നമുക്കത് കേട്ട് കഴിയാൻ നമുക്ക് സങ്കടം വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടും പട്ടിണി കിടന്നിട്ടും ഒക്കെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരെ പഠിപ്പിച്ച് വലുതാക്കി അവരെ നല്ല നിലയിലേക്കാക്കി അവരുടെ വളർച്ചയും അവരുടെ കല്യാണവും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അവരെ വളർത്തുന്നതും അങ്ങനെയായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വയസ്സായവരുടെ. പക്ഷേ എന്നാൽ മക്കൾക്ക് തിരിച്ച് നമുക്ക് ആ സ്നേഹം നമ്മളോടുണ്ടോ? ഇല്ല. അത് എവിടെ പോയി? ഇതെവിടെയാണ്? എവിടെ ഒരു എന്താ പറയുക, ഒരു കുറവ് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ ഇത്. അപ്പം നമുക്ക് ഈ ഇതിൽ കൂടി ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുമ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റിനും നമുക്ക് ഈ അഭയ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം കാണുന്നു. ഊണ് മുളയ്ക്കുന്നത് പോലെയാണ് അഭയ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ എല്ലാം ഉള്ള അമ്മയ്ക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും മക്കൾ ഗൾഫിലും അതുപോലെ തന്നെ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ അവരെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അഭയകേന്ദ്രത്തിൽ കൊണ്ടാക്കിയിട്ട് പോവുകയാണ്. മക്കളെ കാണാൻ വേണ്ടിയിട്ട് കണ്ണുനീരും പൊഴിച്ച് നെഞ്ച് തകർന്നിട്ടാണ് ആ അച്ഛനും അമ്മയും ജീവിക്കുന്നു എന്നത് ഏതെങ്കിലും മക്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു കവി ഒരു കവിത എഴുതി, ഓണത്തിനെങ്കിലും നീ വരുമോ എൻ്റെ പൊന്നാര മകനെ എന്നും പറഞ്ഞിട്ട് അതിന് ഒരു മകനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ അച്ഛൻ്റെ ഒരു ആവേശമാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ മരിച്ച ഭർത്താവും മരിച്ച ഭാര്യയും അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർക്ക് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളില്ല എന്ന ഒരു അവസ്ഥ. അത് വളരെ എല്ലാവരും പറയുന്നത് 99% വരെ ഇട്ടിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അവർക്കൊരാളോട് മിണ്ടാൻ വയ്യ, അവർക്ക് ഫോൺ ചെയ്യാൻ പാടില്ല, അവർ പിന്നെ ഒന്ന് TV കാണാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒന്ന് രസിക്കാൻ പാടില്ല, അവരെ ആരും ഫോൺ വിളിക്കാൻ പാടില്ല. ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞങ്ങൾ തരുന്നത് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോ എന്നാണ് മിക്ക വീടുകളിലും ആൺമക്കളായാലും വേണ്ടില്ല പെൺമക്കളായാലും വേണ്ടില്ല അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. ഇത് കേട്ടിട്ട് ചങ്ക് തകരുകയാണ് ആ അച്ഛൻ്റെ അമ്മ. ആ അച്ഛൻ്റെ അമ്മയുടെയും ചങ്ക് തകരുമ്പോൾ എവിടം തകരുന്നു? മക്കള് തകരുന്നു. മക്കള് തരും. കാരണം ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തി മോളിലുണ്ട്. അദ്ദേഹം അതിന് കൂലി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് പക്ഷെങ്കിൽ മക്കളറിയുന്നില്ല. മക്കൾക്ക് ഞാൻ മതി, എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മതി, വേറെ ആരും നമ്മുടെ കാര്യങ്ങളിലേക്ക് കൈകടത്താൻ വരണ്ട. ആരും നിങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് പോയി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഭൂരിഭാഗവും. ഇത് എന്തുകൊണ്ട് സംഭവിച്ചാണാവോ? എവിടെയാണോ ഇതിന് പാളിച്ച പറ്റിയെന്ന് നമ്മൾ കലികാലം അല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ
ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് വൈകുന്നേരം കൊണ്ട് പോവുകയാണ് ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. 2 മക്കളും അച്ഛനും അമ്മയും കൂടി. ഈ തള്ള അവിടെ കിടന്നിട്ട് കരഞ്ഞാലും അവർക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വല്ല മെച്ചമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരിതൊന്നും മൈൻഡ് ചെയ്യില്ല. അതേസമയം ഈ മക്കളുടെ ചെലവിൽ മാത്രം കഴിയുന്നവരാണെങ്കിലുണ്ടല്ലോ അവരുടെ അവരുടെ കഥ അതോ ഗതിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ മക്കൾ അറിയുന്നുണ്ടോ? അവർക്കും ഇത് തന്നെയാണ് വരാൻ പോകാനുള്ളത്. ഒരു മക്കൾക്കും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ പോലും. അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവർ പുറത്തുനിന്ന് അടുക്കളയിൽ തീ പുകയുന്നു പോലുമില്ല. പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരിക, സൂക്കെട്ടുണ്ടാക്കുക. ഇത് തന്നെയാണ് ഇന്ന് കണ്ടുവരുന്ന ഒരു രീതി എല്ലായിടത്തും. ഒരു വീടെന്നല്ല, എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ പ്രായമായവർക്ക് അനുഭവം ഒരുപാടുണ്ട്, അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. അതൊന്നും പറയാനോ ശാസിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഗുണദോഷം കൊടുക്കാനോ ഒന്നിനും തന്നെ അവസരം കൊടുക്കുന്നില്ല. അവർ മിണ്ടണ്ട, ചുപ്രഹോ. അതന്നെ ഞങ്ങളാണല്ല, ഞങ്ങൾ പറയുന്നത് കേട്ടുപിടിയിരുന്നാൽ മതി. അവർ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർക്ക് ഒഴിഞ്ഞു പോയില്ല. അവർക്കൊരു വിലയില്ല, ഒരു നിലയില്ല, ഒന്നുമില്ല. അവരെ സാന്ത്വനപ്പെടുത്താനും ആരുമില്ല. ഇനി ആരെങ്കിലും സാന്ത്വനപ്പെടുത്താൻ തന്നെ വന്നാലോ അവർക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. അവരോടൊക്കെ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അതുകൊണ്ടാണ് അവർ വിളിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയില്ല, മറ്റേതാണ് മറിച്ചതാണ്. ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ലോകത്തിന് കഴിയുമെങ്കിൽ എത്രയോ നന്നായി, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.